ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു 888 പോർട്ടലിന് ശേഷം അവരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ റീഡിങ്ങിൽ എടുക്കുന്നതിന് ജസ്റ്റ് ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്യാൻഡിലിൻ്റെ വാക്സ് ഒഴുകി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അഫ്കോഴ്സ് അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തുകൊണ്ടോ അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് കാർഡ്സിലൂടെ വ്യക്തമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതെടുത്തിട്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി എനിക്ക് പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ പാസ്റ്റ് ലൈഫ് റീഡിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും അറിയാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ജസ്റ്റ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. 888 പോർട്ടൽ നിങ്ങൾക്കറിയാം, 10 വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു സംഭവ്യ ബഹുലമായിട്ടുള്ളൊരു കാര്യമാണ്. യൂണിവേഴ്സിനും ഭൂമിക്കും തമ്മിലവിടെ കണക്ഷൻ, അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തും തരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഓഗസ്റ്റ് 8 മുതൽ 12 വരെയൊക്കെയാണ് അതിൻ്റെ സമയം. പക്ഷേ 19 ഓഗസ്റ്റ് മുഴുവനും നിങ്ങൾക്കും ആ ഒരു എനർജി കീപ്പ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന സ്പെൽ വർക്കിന്, ഹീലിങ്ങിന്, പ്രത്യേകിച്ച് ഹീലിംഗ് ആണ്. ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, മണി ഹീലിംഗ് ആൻഡ് കർമ്മ ഹീലിംഗ്. ഈ ഒരു ഹീലിങ്ങിനൊക്കെ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി കൂടി നിൽക്കുന്നൊരു സമയമാണ്. യൂണിവേഴ്സ് എന്തും നിങ്ങൾക്ക് തരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ തന്നെ ചെയ്ത ഉടനെ തന്നെ നമ്മൾ കുറച്ച് പേർക്ക് ഇപ്പോൾ ഈ ഹീലിംഗ് കൊടുത്തിരുന്നു. റിലേഷൻഷിപ്പ് ഹീലിംഗ്, കർമ്മ ഹീലിംഗ് എന്നുള്ള ഹീലിംഗ് ഒക്കെ കൊടുത്തിരുന്നു. മണി ഹീലിംഗ് ചെയ്ത ഉടനെ തന്നെ അവർക്ക് റിസൾട്ടുകൾ വന്നു എന്നുള്ളതാണ്. ആ ഒരു ദിവസം തന്നെ അവർക്ക് സ്വപ്നങ്ങളിലൂടെയും എൻ്റെ ഒരു കസ്റ്റമറിന് അവർക്ക് ആ ഒരു മണി ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ, കർമ്മ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഗ്രീൻ കളർ ഫെദർ ഡ്രീമിൽ കാണുകയുണ്ടായി. അപ്പോൾ ഗ്രീൻ കളർ ഫെദർ കാണുന്നത് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു കാര്യത്തിലേക്ക് ഗ്രാൻറ്റ് ചെയ്തു എന്നാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ ഏറ്റവും കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതിലാണ് അവർക്ക് അപ്പം തന്നെ ഉടനടി റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഹീലിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. ഓക്കെ, മണി ഹീലിംഗ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ഉണ്ട്, കർമ്മ ഹീലിംഗ് ഉണ്ട്. നമ്മളുടെ കർമ്മയാണ് നമ്മളെ പല കാര്യത്തിലും ബ്ലോക്കേജസ് ആയിട്ട് നിർത്തുന്നത്. എല്ലാ കാര്യത്തിലും ബ്ലോക്കേജസ് വരുത്തുന്നത് എന്താണ്? നമ്മളുടെ കർമ്മയാണ്. അപ്പോൾ കർമ്മ, പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തൊക്കെ കർമ്മ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഹീലിംഗ് അവിടെ നടക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്കും എസ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് ഉടനെ തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ വളരെ പവർഫുള്ളാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേർക്ക് ഞാനത് കൊടുക്കുന്നു, അതിൻ്റെ ഒരു കാര്യം അറിവ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളെ പേഴ്സണ് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് 888 പോർട്ടലിന് ശേഷം. എനർജി ഷിഫ്റ്റ്, എനർജി ഫ്ലക്ച്വേഷൻ, എനർജി മാറ്റങ്ങൾ അവിടെ എല്ലാവർക്കും വരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, 2 ഓഫ് കപ്സ് തന്നെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് വാൺസ്, വാവ്, വെരി ഗുഡ്. ദ മജീഷ്യൻ, ഹീലിംഗ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക്, എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം മാറ്റങ്ങൾ, അവർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമല്ല കേട്ടോ. ഞാൻ ഇവിടെ മജീഷ്യൻ കാർഡ് കണ്ടല്ലോ, അവിടെ ഹീലിംഗ് വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു ഹീലിംഗ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അവിടെ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ എല്ലാ കാര്യത്തിലും, അതും അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത മാറ്റങ്ങളാണ് വരുന്നത്. അവർക്കിപ്പോൾ നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരവസ്ഥ കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, കാരണം 3 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. 3 ഓഫ് സോഡ്സിൽ ഒരു സോഡ് അവരുടെ ഹൃദയത്തിൽ കുത്തി ഇറക്കിയിട്ടുള്ള വേദന അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് വാൺസ് റിവേഴ്സ്. എനർജി ഷിഫ്റ്റ് നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ലയൺസ് പോർട്ടലാണ്. നിങ്ങൾക്ക് ഇനിയും ആർക്കെങ്കിലും ഹീലിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഹീലിംഗ് ചെയ്യുന്ന ഒരു എമൗണ്ട് വരുന്നത് 6000 വരുന്നുണ്ട്.
അത് മൂന്നും കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മണി ഹീലിംഗ്. നിങ്ങൾക്ക് എന്തൊക്കെ മണി പ്രോബ്ലംസ് ഉണ്ടോ, കടങ്ങളൊക്കെ കയറി നിൽക്കുന്ന കുറേ പേരുടെ എനർജീസിൽ നമുക്ക് വരുന്നതാണ് കടങ്ങൾ, അത് വീട്ടാൻ പറ്റാതെ വിലയുന്ന അവസ്ഥ, റിലേഷൻഷിപ്പിലാണെങ്കിലും കർമ്മ. ഓക്കെ, അതെല്ലാം അവിടെ ഹീലായിട്ട് പോകുന്നതായിരിക്കും. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഹീലിംഗ് ആണ്. അല്ലാത്തവർക്കും ഹീലിംഗ് ചെയ്യാം. 1000 റുപ്പീസിൻ്റെ ഹീലിങ്ങും അവിടെ ഉണ്ട്. അത് റിലേഷൻഷിപ്പിലാണ് വരുന്നത്. ഓക്കെ, എല്ലാ തരത്തിലുള്ള സ്പെൽ വർക്കും ഹീലിങ്ങുകളും ഉണ്ട്. സാധാരണ ഹീലിംഗ് ആൻഡ് സ്പെൽ വർക്കിന് 1000 ആണ് വരുന്നത് കേട്ടോ. അതല്ല, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഹീലിങ്ങിന് അവിടെ 6000 വരുന്നുണ്ട്. യാ, ദ മൂൺ കാർഡ്. ഒരു കാർഡ് താഴെ പോയേ. നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ്. ദ പേഴ്സൺ ഈസ് ഹോൾഡിങ് പെൻഡിക്കിൾസ്. ഓക്കെ, ഒരുപാട് വ്യത്യാസം. എനിക്കിതിൻ്റെ എനർജി ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്യാൻഡിലിൻ്റെ വാക്സ് ഒഴുകുകയാണ്. അപ്പോൾ അവർ ഒരുപാട് പേരുടെ മനസ്സിലിപ്പോൾ എന്താ പറയുക, ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് ഒരുപാട് നെഗറ്റിവിറ്റികൾ മനസ്സിലുണ്ടായിരുന്നു. 4 ഓഫ് കപ്സ്. അവർ ഇപ്പോൾ എന്താ 4 ഓഫ് കപ്സിൽ കണ്ടില്ലേ, അവരിപ്പോഴും എന്തുകൊണ്ടൊക്കെയോ വിഷമിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു വിഷമം, എന്തോ ഒരു മിസ്സിങ് നിങ്ങളെ വല്ലാതെ. ചിലവർക്ക് ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് തന്നെ കറൻ്റ്ലി കോണ്ടാക്റ്റിലുള്ളവർക്ക് തന്നെ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് പേർക്ക് സ്നേഹം കൂടിയിട്ടുണ്ടായിരിക്കും പണ്ടത്തെക്കാളും. ഇത്രയും നാളും അവർ നിങ്ങളോട് ചെയ്തിരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമാവുന്നത്, അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരു എനർജി നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് നാളുകളായിട്ട് അവർ കാണിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ വരുന്നത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് എന്തെങ്കിലും കുറേ നേരം കഴിഞ്ഞിട്ട് റിപ്ലൈ തരിക, അല്ലെങ്കിൽ പണ്ടൊക്കെ നിങ്ങളൊരു അയക്കുന്നൊരു മെസ്സേജ് അങ്ങോട്ട് എത്തണ്ട, അപ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് അവരത് കണ്ടിട്ടേ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആ ഒരു വാട്സപ്പ് ചാറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ചാറ്റിൽ തന്നെ അവർ ഇരിക്കുന്നുണ്ടായിരിക്കും. എന്ത് മെസ്സേജാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനോടനായിട്ട് റിപ്ലൈയും കിട്ടുന്നുണ്ടായിരിക്കും. വിളിക്കുക, ഒരുപാട് വിളിച്ച് സംസാരിച്ചിരുന്ന ആൾക്കാരായിരിക്കും. പിന്നീട് ആ മാറ്റങ്ങൾ അവർക്ക് വന്നത് എന്താ പറയുക ഇവിടെ വ്യക്തമാവുന്നത് നിങ്ങൾ അയക്കുന്ന മെസ്സേജിനാണെങ്കിലും അയക്കുന്ന മെസ്സേജിന് എന്താ പറയുക നോ, ഹാ, ഓക്കെ എന്നുള്ള മെസ്സേജുകളൊക്കെ ആയിരിക്കും അവർ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. ഒട്ടും എന്താ പറയുക നിങ്ങളോടൊരു തരം താല്പര്യമില്ലാത്തൊരവസ്ഥ. നേരിട്ട് കാണാൻ പോലും പറഞ്ഞാൽ പോലും അവരെപ്പോഴും തിരക്കിലാണെന്ന് പറയുന്ന ഒരവസ്ഥയായിരിക്കണം നിങ്ങൾക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത്. എത്രയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അവരോട് പ്രകടിപ്പിച്ചാലും അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക അവഗണനകളായിരിക്കും. സോ നിങ്ങളോടൊന്നും തന്നെ ചോദിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവേ എന്താ പറയുക അവരുടെ കാര്യങ്ങൾ നിങ്ങളെപ്പോഴും തിരക്കുന്നുണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും. പക്ഷേ സോറി, പെട്ടെന്ന് വീഡിയോ ഒന്ന് പോസാക്കേണ്ടി വന്നു. കാരണം ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ എല്ലാ റീഡിങ്ങിലും ക്യാൻഡിലിൽ അല്ലെങ്കിൽ അഗ്നി സാക്ഷി വെച്ചിട്ടാണ് ഞാൻ റീഡിങ് നടത്തുക. ഓക്കെ, ഇപ്പോൾ ഇന്ന് റീഡിങ് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ക്യാൻഡിലിൻ്റെ വാക്സ് ഒഴുകി വരികയാണെന്നുള്ളത്. സോ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ വാക്സും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒഴുകി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാർഡ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തതാണ്. അതുമാത്രമല്ല വീഡിയോയ്ക്ക് കുറച്ചൊരു ഇത് വന്നുപോയി. അതുകൊണ്ട് ഞാൻ അഗെയിൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് ആ ഒരു എനർജിയിൽ നിൽക്കെ തന്നെയാണ് ഇതിങ്ങനെ ഒഴുകി വരുന്നത് കാണുന്നത്. ശരിക്കും എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ അവരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഈ കഴിഞ്ഞൊരു ഹീലിംഗ് ചെയ്ത വ്യക്തികൾക്ക് എന്തായാലും 120% ഉറപ്പിച്ചോ നിങ്ങളിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഹീലിങ്ങുകളെല്ലാം അവിടെ ഹീലായിട്ടുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ വാക്സ് ഇങ്ങനെ ഹീലാവുകയാണ്, ഹീലായി ഉരുകി വരുവാണ്. ഓക്കെ, കുറേ പേർക്ക് അവിടെ റിലേഷൻഷിപ്പ് ഹീലിംഗ് ചെയ്തിട്ടുള്ളവർക്ക് തന്നെ അവർക്ക് നന്നായിട്ട് അവിടെ ഹീലായിട്ട് വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, ഹീലായിട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെ നെഗറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നോ അതല്ലാത്തവർക്കും ഏറെക്കുറെ പേർക്കും മാനിഫെസ്റ്റേഷൻസും അല്ലെങ്കിൽ ഉരുകി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും തന്നെ അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി മുമ്പുണ്ടായിരുന്ന ഒരു എനർജി എന്ന് പറയുന്നത്
ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ടായിരിക്കില്ല, അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളടുത്ത് ഒരു കാര്യം പോലും, ചെറിയ കാര്യം പോലും അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ആത്മാർത്ഥമില്ലാത്ത ഒരു ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ, ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളവരെ കുറച്ച് പേരെ എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കാനായിട്ട് അത്ര ആത്മാർത്ഥമായിട്ട് തന്നെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അത്ര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ നിന്നിട്ടുള്ളൊരു വ്യക്തി ആയിട്ടാണ് കാണുന്നത്. സോ അതിൻ്റെ എല്ലാം ഒരു എന്താ പറയുക, നല്ല ഒരു ഇത് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ആ ഒരു പേഴ്സണിൽ വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട്, മാറ്റങ്ങൾ. കാരണം 3 of Swords ആണ് വന്നിട്ടുള്ളത്. ആ വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിയിൽ അവിടെ ഒരു കണ്ടില്ലേ, സോഡ് എനർജി ഇവിടെ കുത്തി കയറിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു സോഡിൽ ആ ഒരു ഹേർട്ടിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആ ഒരു വാള് കുത്തി ഇറങ്ങി. അപ്പം നന്നായിട്ട് തന്നെ അവർക്ക് വിഷമങ്ങൾ, കുറ്റബോധം, ഗിൽറ്റി ഫീലിങ്സ് അതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു റീഡിങ്ങിലും എല്ലാ റീഡിങ്ങിലും ഞാനിവിടെ ക്യാൻഡിൽ വെക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കിവിടെ ഈ ഒരു ക്യാൻഡിലിൽ ഇങ്ങനെ സംഭവം ഉരുകി വരുന്നത്. അപ്പോൾ എനിക്ക് എനർജി കിട്ടുന്നത്, നമ്മൾ ക്യാൻഡിൽ വാക്സ് റീഡിംഗ് എല്ലാം ചെയ്യുന്നതാണ്. ക്യാൻഡിലിനും അഗ്നിക്കും നമ്മളുടെ റീഡിങ്ങിൽ വളരെയധികം ഒരു സാക്ഷ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഏറെക്കുറെ പേർക്ക് നല്ല മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, Ace of Swords, 2 of Cups, ആൻഡ് ഇപ്പോൾ അവർ കാണുന്നത് നിങ്ങളെ എന്ന് പറയുന്നത് ദ എംപ്രസ് ആയിട്ടാണ്. അതായത് ലേഡി ആണെങ്കിലും ബോയ് ആണെങ്കിലും നിങ്ങൾ അവരുടെ ഭാഗ്യമായിരുന്നു ഏറെക്കുറെ എന്നുള്ളൊരു വ്യക്തത, അങ്ങനൊരു തോട്ട് യൂണിവേഴ്സ് അവരിലേക്ക് ആ ഒരു തോട്ട്സിനെ എത്തിക്കുകയാണ്. ഓക്കെ, അവർക്ക് നല്ല മൂൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. രാത്രിയെല്ലാം അവർക്ക് നല്ല ഒരു കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ. നിങ്ങളെ മുമ്പ് ഈ ഒരു വ്യക്തി കുറേ പേരുടെ എനർജിയിൽ എനിക്ക് വ്യക്തമാകുന്നു നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വിളിക്കാവുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും, മെസ്സേജ് ചെയ്യാവുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവരത് ചെയ്തിട്ടില്ല. ഓക്കെ, ആൻഡ് തേർഡ് പാർട്ടി എനർജീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവരുടെയും എനർജി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും അവർക്ക് ഭയങ്കര കുറ്റബോധം വരുന്നുണ്ട്, നിങ്ങളോട് ചെയ്തതിനുള്ളൊരു കുറ്റബോധം. കാരണം നിങ്ങളെന്ന വ്യക്തി അവർക്ക് അറിയാം, നിങ്ങളെന്ന വ്യക്തി അവർക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട് എല്ലാ കാലത്തും. അവരാണ് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ അവർ സ്വയം മാറ്റങ്ങൾ വരുത്തിച്ചിട്ടുള്ളത്. സോ കപ്സ് എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 4 of Cups ആണ്. 4 of Cupsൽ കിട്ടിയെങ്കിൽ തന്നെ അവർക്ക് ആ ഒരു ആഗ്രഹവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഒട്ടും അതിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല എന്ന് തന്നെ കാണിക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അവർ ഈ പെൻഡക്കിൾസ് പിടിച്ചിട്ട് നിങ്ങളുടെ അടുത്തിലേക്ക് പതിയാണ്, എനർജി ഭയങ്കര സ്ലോ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഹീലിംഗ് സ്പെല്ല് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, എനർജിയിൽ മാറ്റങ്ങൾ വരുത്തുക. നമ്മളുടെ എനർജി എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആണെന്നും പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവരിൽ എന്തായാലും ഇവിടെ മാറ്റങ്ങൾ നന്നായിട്ട് തന്നെ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൻ്റെ അടുത്ത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ. നിങ്ങളും ഒരുപാട് മാറ്റങ്ങളിലൂടെ കടക്കാൻ പോവുകയാണെന്നുള്ളത് വരുന്നുണ്ട്. ഇവിടെ ഇൻഫിനിറ്റിയാണ്. ദ മജീഷ്യൻ കാർഡിൽ നിങ്ങൾക്ക് കാണാം ഇൻഫിനിറ്റി എന്നുള്ളൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹീല് ചെയ്തവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് നിങ്ങൾ ആദ്യം അവരിൽ നിന്നും കിട്ടിയ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കെയറിങ് ഒക്കെ ഇല്ലേ, അതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. പണ്ടൊക്കെ നിങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചിരുന്നവരും മിണ്ടിയിരുന്നവരൊക്കെ ആയിരിക്കും, പിന്നീട് ആ ഒരു എനർജി ഇവിടെ നിന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാമാണ് ഇപ്പോൾ പണ്ടത്തെ പോലെ എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന ആ സമയത്ത് ഒരു എനർജി പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ അതുപോലെയാണ് ഏറെക്കുറെ പേർക്കും ആവാനായിട്ട് പോകുന്നത്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളത് ക്ലെയിം ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ എനർജി ലോ ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് അപ്പാക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കൂ. കുറേ പേര് വിഷ്വലൈസേഷൻ കൊടുത്തവർക്കെല്ലാവർക്കും അത് വരുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു പോസിറ്റീവ്നെസ് നിങ്ങളുടെ ലൈഫിലേക്ക്
വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡ്സുകളാണ് കിട്ടിയിട്ടുള്ളതും ഇന്ന്. അപ്പോൾ ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ട് കാർഡ്സും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായത് ഈ ഒരു വാക്സ് ഇങ്ങനെ വന്നതിൻ്റെയാണ്. കാരണം എൻ്റെ വീഡിയോസിലെല്ലാവർക്കും വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ, എല്ലാത്തിലും ക്യാൻഡിലുണ്ട്. ആ ക്യാൻഡിൽ ഒരു തവണ പോലും ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നില്ല. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നുള്ള ആ ഒരു കാര്യങ്ങൾ ഏറെക്കുറെ പേർക്കും അതവിടെ ഹീലായി പോയിട്ടുണ്ട്. നെഗറ്റിവിറ്റി എന്തൊക്കെ കാർമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതവിടെ ഹീലായിട്ട് പോയിട്ടുണ്ട്. അവരുടെ മനസ്സ് നിങ്ങളുടെ മുമ്പിൽ ഉരുകുകയാണ് എന്ന് കാണിക്കുന്നുണ്ട്. കുറ്റബോധം നന്നായിട്ട് തന്നെ ഇവിടെ വ്യക്തമാവുന്നുണ്ട് അവരുടെ ഒരു എനർജിയിൽ. ഓക്കെ, 6 ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടുന്നത്. അഗെയിൻ പണ്ടത്തെ കാര്യങ്ങൾ അവർ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. പണ്ട് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇല്ലേ, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നവരുടെ കുറേ പേർക്കൊക്കെ തേർഡ് പാർട്ടി എനർജി പോയിട്ടുണ്ട്. നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വ്യക്തമാക്കുന്ന എന്തോ കാര്യങ്ങൾ ഇപ്പം നിങ്ങളാണ് അവരുടെ ഭാഗ്യം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഭാഗ്യമായിരുന്നു നിങ്ങൾ അവർക്ക് എന്നുള്ളൊരു കാര്യത്തിൻ്റെ വ്യക്തത അവർക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഒരുപാട് മെമ്മറീസ്, ഓൾഡ് മെമ്മറീസ് അവർക്ക് കിട്ടുന്നുണ്ട്. യൂണിവേഴ്സ് അവരുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് സോഡ്സ് ആണ്. അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. 8 ഓഫ് പെൻഡിക്കിൾസ് വരുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വരുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ 8 ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ അവർ ഏറെക്കുറെ ബിസി ലൈഫ് ആണെങ്കിൽ പോലും ഇപ്പം അവരുടെ ബിസി ലൈഫിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങൾക്കും ഏറെക്കുറെ പേർക്ക് അവിടെ വ്യക്തത വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ അവരുടെ ഡ്രീംസിൽ കാണുന്നുണ്ടായിരിക്കും. ആൻഡ് ഏറെക്കുറെ പേരും അവരുടെ പേര് റിപ്പീറ്റഡായിട്ട് പല തവണ പല സ്ഥലത്ത് പാട്ടുകളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടുകളോ എന്തെങ്കിലും അവരുപയോഗിക്കുന്ന എന്തെങ്കിലും പെർഫ്യൂംസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ കോയിൻസിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പല സമയത്ത് പല കാര്യത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. നെയിംസുകൾ കാണുക, അവരെക്കുറിച്ചുള്ള മെമ്മറീസ് ഇപ്പോൾ കൂടി നിങ്ങളുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ അവരവിടെ നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ മെമ്മറീസിൽ നിങ്ങളെ ഏറെക്കുറെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കണ്ണുകൾ തുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചേക്കാം. നല്ല രീതിയിൽ ഇടത് കണ്ണ് തുടിക്കുന്നുണ്ടോ, ഇടത് കണ്ണ് ചൊറിയുന്നുണ്ടോ, അല്ലെങ്കിൽ കവിള് തുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് ഇടത് കവിള് ചൂടാവുക, തുടിക്കുക, എന്തെങ്കിലും നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തൊണ്ടയിൽ കുടുങ്ങുക, ഇതെല്ലാം അവർ നിങ്ങളെക്കുറിച്ച് മെമ്മറി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. സോ ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേക്കാം. ഓക്കെ, ഇതെല്ലാമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ അവർ എന്താ പറയുക, ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത്. ഇല്ലാത്തവർക്ക് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മെമ്മറീസ്, ഡ്രീംസിൽ വരിക, പേര് കാണുക, അത് ഏറ്റവും കൂടുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, സോ അവിടെ നല്ല രീതിയിൽ തന്നെ അവർ ബിസിയാണ് കേട്ടോ. ബിസി ലൈഫിലാണ് അവർ നിൽക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും മുമ്പൊക്കെ അവർ ബിസി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കിയവരാണ്. പക്ഷേ ബിസി ലൈഫിലാണെങ്കിൽ പോലും അവർക്കിപ്പോൾ നിങ്ങളുടെ മെമ്മറീസ് ഒരുപാട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ 888 പോർട്ടലിൽ സംഭവിച്ചിട്ടുള്ള ചേഞ്ചസുകൾ, ഏറെക്കുറെ എനർജീസിൽ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു. അതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് പേഴ്സണൽ റീഡിംഗ് നോക്കാവുന്നതാണ്. ഏറെക്കുറെ പേർക്കും എന്തൊക്കെയാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഹീലിംഗ് വേണ്ടവർക്ക് പറയാവുന്നതാണ്. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവരോടും ടാറ്റാ, ബൈ ബൈ, സി യു.